പീരങ്കി മൈതാനത്ത് ഏപ്രിൽ 14 നടക്കുന്നു. കളരി പ്രസ്ഥാനത്തിന്റെ പരമാചാര്യനായിരുന്ന നിങ്ങളെ ഈ നേരത്തെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത് പരസ്പരം വഴക്കുണ്ടാക്കാനല്ല. മേനകായെ പോലെ കുഴഞ്ഞാടി എന്റെ മോനെ വശീകരിക്കാൻ നടന്നത് ആരാ? തന്റെ മോളാ. അതിന് അവളെ വേഷം കെട്ടി ചിറകിയും വെച്ച് ഇപ്പൊ കൈമലത്തെ കാണിക്കാൻ തനിക്കുന്നതാണോ ഇല്ലയോടോ? അയ്യോ എലിയാമേ പതുക്കെ, ഇത് പള്ളിപ്പറമ്പ. നിന്റെ മോനെ ഇങ്ങോട്ട് ആവാഹിച്ചെടുക്കാൻ അവന് രായം പണിക്കരൊക്കെ എന്നാ യോഗ്യത അടിയുള്ളത്? അന്തസ്സുണ്ടോ? അഭിമാനമുണ്ടോ? നാട്ടല്ലുണ്ടോടി? നാട്ടല്ലേ? അച്ഛൻ അതിന് വിഷമം അറിയാൻ പാടില്ല. എന്റെ മോൾ ആരിക്കുട്ടി ഒന്നും കണ്ട് മോഹിച്ചിട്ടില്ല. ആ കോന്തന് വേണ്ടി കിടന്ന് തുള്ളിയത്. തുള്ളി തുള്ളി അവൾ അങ്ങ് വശം കെട്ടച്ചോ. എവനാണോ? തന്റെ മോള് ഇളക്കക്കാരിയാ. അവളെ കെട്ടാൻ എന്റെ വർഗീസിനെ കിട്ടുകയല്ല. അവനേക്കാൾ 7 മടങ്ങിന് യോഗ്യതയുള്ളവനാടി മതിലൂർ കോശിപ്പണിക്കരുടെ മകൻ രായം പണിക്കര്. പണിക്കര് പട്ടോ അവനും അവന്റെ അപ്പനും ചുമ്മാ കിട്ടിയൊന്നുമല്ല. എന്താച്ചോ? ശരിയല്ലയോ? ശരിയാ, തീരുമാനിക്കണമെന്നില്ല. നല്ല ഒന്നാന്തരം നസ്രാണികളുടെ ജാത്യോത്കൃഷ്ടവും രാജ്യസേവന നിർദ്ദയുള്ളവനാണ് അവൻ. മനസ്സിലായോ? മനസ്സിലായില്ല. അവനെ കൊണ്ട് ഞാൻ എന്റെ മോളെ കെട്ടിക്കും. നിന്റെ മോൻ അവിടെ വായി നോക്കിയിരിക്കേയുള്ളൂ. അപ്പനെ പറഞ്ഞില്ല. അപ്പനെ പറഞ്ഞാ നീ എന്താ ചെയ്യും? നിന്റെ കോരവള്ളിയെ പറിക്കും. കോരവള്ളി എടുക്കാൻ വന്നാൽ നിന്റെ അപ്പന്റെ അപ്പന് പറയും. അപ്പോൾ പത്രോസ് അവന്റെ അടുത്തേക്ക് വന്നു. സ്വർഗരാജ്യം നിനക്കുള്ളതാകുന്നു. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഞാൻ ശ്യാമിനെ അന്വേഷിച്ചു വന്നതാ. ഇവിടെ കാണില്ലെന്നറിയാം. മദ്രാസിലുമില്ല. പിന്നെ എവിടെയുണ്ട്? അവനെ കാണാണ്ട് ഞങ്ങളും വിഷമിച്ചിരിക്കുക. ശ്യാമിനെ അന്വേഷിക്കാൻ ഇപ്പൊ എന്താ ഉണ്ടായേ? ചില കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ സംശയം തോന്നുന്ന ചിലരെ ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും, ചോദ്യം ചെയ്യാൻ. Call for Shyam. ഹലോ, ശ്യാമാണോ? ഹലോ ഹലോ, എടുത്ത് ഇങ്ങോട്ട് തരും, ഞാൻ സംസാരിക്കാം. ഹലോ, ഇത് ഞാനാണ് വർഗീസ്. വർഗീസേ, നിങ്ങൾ രണ്ടാളും ഒത്തോണ്ട് എന്ത് പണിയായി കാട്ടുന്നേ? അവന്റെ കയ്യിലോട്ടൊന്ന് കൊടുക്കാൻ പറയൂ, അല്ലെങ്കിൽ ഇങ്ങോട്ട് തരിക. വർഗീസേ, ഫോൺ അവന്റെ കൈ കൊടുക്ക്. ഇപ്പൊ ഷ്യാമിനെ എന്താ അറിയിക്കണ്ടേ? പറഞ്ഞാ ഞാൻ അറിയിച്ചോളാം. അവൻ അവിടെ ഇല്ലെന്നാ തോന്നുന്നേ. ഹലോ, അവനെ അന്വേഷിച്ച് പോലീസ് ഇവിടെ വരാൻ എന്താ ഉണ്ടായേ? പോലീസ് അവിടെ വന്നോ? അവൻ എന്ത് തെറ്റാ ചെയ്തേ? ആർക്കും പിടിതരാതെ അവൻ എവിടെ പോയിരിക്കുക? ഏത് കേസിലാവൻ പെട്ടിരിക്കുന്നേ? വർഗീസേ, ഇവിടെ ആർക്കും ഒരു മനസമാധാനമില്ല. പേടിക്കണ്ട, ഷ്യാമിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എങ്ങനെയാ നോക്കാന്ന് എനിക്കറിയില്ല. പോലീസിന്റെ കൈ കിട്ടിയാൽ അതിനു മുമ്പ് എനിക്ക് അവനെ രക്ഷിക്കണം. ഇവനിപ്പോ എവിടെയാ? ആ പെൺകുട്ടി എവിടെ? സണ്ണിയുടെ കൊലപാതകത്തിൽ ഉത്തരവാദികളെന്ന് സംശയിക്കപ്പെടുന്ന 3 ചെറുപ്പക്കാരെ പോലീസ് ഇപ്പൊ പിടികൂടിയത് പൗരസമിതി ഉണ്ടായിട്ടോ നമ്മൾ സമ്മർദ്ദം ചെലുത്തിയിട്ടോ ഒന്നും അല്ലല്ലോ. അപ്പൊ ഇവിടെ ഒരു പൗരസമിതി വേണ്ടെന്നാണോ അവറാച്ച മുതലാളി പറഞ്ഞു വരുന്നത്? എന്റെ ലീനസേ, ആ 3 ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് മദ്രാസ് പോലീസിന് കൈമാറി കേസ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവർക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ ഇരുചെവി അറിയാതെ കേസൊക്കെ തേഞ്ഞു വാഞ്ഞങ്ങ് പോകും. ഇപ്പൊ തന്നെ പിടികൊടുക്കാതെ ഒരുത്തൻ മാത്രം രക്ഷപ്പെട്ട് നടക്കുക, നമ്മുടെ മേലേപ്പാട്ട ശ്യാം. അവനെ ആരോ സംരക്ഷിക്കുന്നുണ്ട്. അത് അന്യായമാണ്, അനീതിയാണ്. വർഗീസ് അളിയനെ കൊള്ളിച്ചു പറഞ്ഞതാ. കുറ്റവാളികൾ രക്ഷപ്പെടരുത്. അതിനിവിടെ ഒരു പൗരസമിതി ഉണ്ടായേ പറ്റൂ. ഈ ബുദ്ധി ആവേശമൊക്കെ നേരത്തെ വേണ്ടതായിരുന്നു. എന്റെ പരാതി അതാ. അവറാച്ചന്റെ അഭിപ്രായം എന്താ? പൗരസമിതി വേണോ വേണ്ടയോ? എന്റെ അഭിപ്രായം പൗരസമിതി വേണം എന്ന് നാട്ടുകാരെല്ലാം നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് അച്ഛൻ തന്നെ തീരുമാനിച്ചട്ടെ. സണ്ണിയുടെ മരണം കൊലപാതകമാണെന്ന് സൂചിപ്പിക്കപ്പെട്ട നിലയ്ക്ക് കുറ്റവാളികൾ രക്ഷപ്പെടാതിരിക്കാൻ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
എനിക്കറിയാം, ഞാൻ കണ്ടതാ. നിങ്ങളാ സണ്ണിയെ കൊന്നത്. നിങ്ങളാ സണ്ണിയെ കൊന്നത്. ഈ ലോക്കറ്റിന്റെ തെളിവ് വെച്ച് ഞാനാണ് സണ്ണിയെ കൊന്നതെന്ന് മായ കണ്ണു മറച്ച് വിശ്വസിക്കുകയാണോ? ഞാനാണ് സണ്ണിയെ കൊന്നതെന്ന് മായക്ക് ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ മായക്ക് എന്നെ കൊല്ലാം, എന്നെ പോലീസിൽ ഏൽപ്പിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോറി, ഐ എം സോറി. എനിക്ക് അയാൾ അറിയില്ല. എനിക്കറിയില്ല. ഇതുപോലൊരു ലോക്കറ്റ് അതിപ്പോഴും എന്റെ കണ്ണിലുണ്ട്. ഐ എം സോറി. ഷൂട്ട് മീ. എന്താ കൈ വിറയ്ക്കുന്നത്? കൊല്ലെന്നെ. ഷൂട്ട് മീ. ശ്യാം, നീ എന്താ ഇങ്ങനെ? നീ ആരെയും കൊന്നിട്ടില്ല. സണ്ണിയെ കൊന്നത് നീയല്ല, നിന്റെ ഫ്രണ്ട്സും അല്ല. അതറിയാവുന്ന ഏക ദൃക്സാക്ഷിയാ നീ കൊല്ലാൻ നടക്കുന്ന ഈ പെൺകുട്ടി. പക്ഷേ മാഷേ, ഞങ്ങൾ കാരണമാണ് സണ്ണി മരിച്ചത്. ഞങ്ങളാ കൊന്നത്. സണ്ണിയെ കൊന്നത് നിങ്ങളല്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, നിങ്ങളല്ല. മാഷേ, ചെയ്യാത്ത കൊലക്കുറ്റത്തിൽ നിന്നും ചെയ്യാൻ പോകുന്ന കൊലക്കുറ്റത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ ഞാൻ ഇതുവരെ തീ തിന്നുകയായിരുന്നു. ഇപ്പോഴെനിക്ക് സമാധാനമായി. തന്നെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. പക്ഷേ എന്നെ മാഷ് വെറുക്കണം. എനിക്ക് ഒരിക്കലും മാപ്പ് തരരുത്. ഞാൻ മാഷെ ചതിച്ചവനാ, തള്ളക്കഥ പറഞ്ഞ് വഞ്ചിച്ചവനാ, മാഷിനെ കൊല്ലാൻ അവസരം നോക്കി നടന്നവനാ. എനിക്കറിയാം, എനിക്ക് തന്നെ നല്ല പോലെ അറിയാം. അവനവനെ തന്നെ തെറ്റിദ്ധരിച്ച് ആത്മരക്ഷയ്ക്ക് വേണ്ടിയാ താൻ ഈ കാട്ടായങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത്. എനിക്കത് മനസ്സിലാകും. അതോർത്ത് താമസിക്കണ്ട. എന്റെ ഫ്രണ്ട്സ് 3 പേരും പോലീസ് കസ്റ്റഡിയിലായി. ഏത് നിമിഷം വേണമെങ്കിലും ഞാനും അകത്താവും. ആ ഗതികേട് കൊണ്ടാ മാഷെ ഞാൻ മാഷിന് നേരെ മാഷെ കൊല്ലാൻ. സാരമില്ല, കരയാതോ. നിയമത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ മായയുണ്ട്. യഥാർത്ഥ കുറ്റവാളികളെ നമ്മൾ കണ്ടുപിടിക്കും.
അതിന് വഴിയുണ്ട്. സാർ, ഇത് ഞാനാണ് ശ്യാം. നീ എവിടാന്നറിയാത്ത ടെൻഷനിലായിരുന്നു ഞാൻ. എവിടെ നീ വിളിക്കുന്നത്? എസ്റ്റേറ്റിൽ നിന്ന് തന്നെയാ സാർ. ഒടുവിൽ ഞാനത് ചെയ്തു സാർ. വാട്ട്? അവളെ ഞാൻ കൊന്നു. ഐ കിൽഡ് ഹർ. ഇയാൾ ധൈര്യമായിട്ടിരിക്കും. ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാൻ അവിടെ എത്താം. ശ്യാം, 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 ശ്യാം. ഡിക് ക്രൂസ്, അങ്ങനെ അങ്ങ് പോകാൻ പറ്റേ? ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ യൂണിഫോമിനോട് സാറിനില്ലാത്ത ബഹുമാനവും ആദരവും എനിക്കുണ്ട്. ഇത് സാറിന്റെ ദേഹത്ത് കിടക്കുമ്പോ എന്റെ കൈ പൊങ്ങില്ല. അതുകൊണ്ട് സത്യം പറ, ആരാ സണ്ണിയെ കൊന്നത്? പറയാൻ. ആരാ സണ്ണിയെ കൊന്നത്?